മനുഷ്യ ചരിത്രത്തിൽ ചില കഥകളുണ്ട്. അതിൽ അർത്ഥം മാത്രമല്ല, അലക്ഷ്യവും ദൈവശിക്ഷയും ഒരുക്കിയ പാഠങ്ങളുമുണ്ട്. അത്തരം ചരിത്രത്തിലെ ഒരു വലിയ അധ്യായമാണ് ലൂത്ത് നബിയുടെ ജീവിതം. ലൂത്ത് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ സമകാലീനനും അടുത്ത ബന്ധുവുമാണ്. അദ്ദേഹം വിശ്വാസത്തിന്റെ മാർഗത്തിൽ വളർന്നത് ഇബ്രാഹിം നബിയോടൊപ്പം നടത്തിയ ഹിജ്റയിലായിരുന്നു. പിന്നീട് അള്ളാഹു അദ്ദേഹത്തെ സദൂം ഗോത്രത്തിലേക്ക് പ്രവാചകനായി അയച്ചു. സദൂം നഗരവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും അഴിമതിയുടെ ആകാശക്കൊമ്പിലായിരുന്നു. ഇവിടുത്തെ ആളുകൾ നിർഭയമായി പാപങ്ങൾ ചെയ്യുകയും വ്യക്തിപരമായി മാത്രമല്ല സാമൂഹികമായി പാപങ്ങളെ സദാചാരമായി കണക്കാക്കുകയും ചെയ്തു. അവരിലെ ഏറ്റവും വലിയ തെറ്റ് ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ ലൈംഗികാവശ്യങ്ങൾക്ക് പുരുഷന്മാരെ തിരയുക എന്നതായിരുന്നു. അതായത് സമലിംഗ ലൈംഗികത. ഈ തെറ്റ് അവർ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തു. ലൂത്ത് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ നന്മയിലേക്ക് വിളിച്ചു. അനക്കമില്ലാത്ത വിശ്വാസത്തോടെ അദ്ദേഹം നാടിനെ ആഹ്വാനിച്ചു. അവർ ചെയ്യുന്ന തെറ്റിൽ നിന്നും അവരെ തടയാൻ ലൂത്ത് നബി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ജനത ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ആ ഗ്രാമത്തിൽ നിന്നും പറഞ്ഞുവിടാനായിരുന്നു ശ്രമിച്ചിരുന്നത്. അവർ പാപം മാത്രമല്ല ചെയ്തത്, അതിനെ അഭിമാനമായി കണക്കാക്കി. ലൂത്ത് നബി അലൈഹിസ്സലാം അവിടെ ഒറ്റപ്പെട്ടു. സ്വന്തം കുടുംബത്തിലെ ചിലരും, ഭാര്യ ഉൾപ്പെടെ അവരിൽപ്പെട്ടവരായിരുന്നു. അവസാനം അള്ളാഹു തൻ്റെ ദൂതന്മാരെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ മനുഷ്യരൂപത്തിൽ അവിടെ എത്തി. സദൂം നിവാസികൾ അവരെ പിന്തുടർന്നു. അതിനുശേഷം സംഭവിച്ചത് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ശിക്ഷകളിലൊന്നാണ്. ആകാശത്ത് നിന്ന് കല്ലുകൾ അവരുടെ മേൽ പെയ്തു വീണു. അവരുടെ ഗ്രാമങ്ങൾ തലകീഴായി മറിഞ്ഞു വീണു. ഭൂമി പിടിച്ച് പാറയായി എല്ലാം നശിച്ചു. മനുഷ്യ ചരിത്രത്തിൽ നഷ്ടപ്പെട്ടൊരു നഗരം, മറക്കാൻ കഴിയാത്ത ഒരു പാഠം. ഈ ദൈനംദിന ജീവിതത്തിൽ നീതി നിലനിർത്തുന്നവർ മാത്രം രക്ഷപ്പെടും.